അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമ് അല്ലാഹു നാഫി ആക്കി തരട്ടെ. പരിശുദ്ധമായ റമളാൻ അതിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10ലാണ് നിലകൊള്ളുന്നത്. എല്ലാവരും അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, പടച്ച തമ്പുരാനോട് ചെയ്തു കൂട്ടിയ പാപങ്ങളെക്കുറിച്ച് പാപമോചനം നടത്തുന്ന തിരക്കിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ചെയ്തു കൂട്ടിയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായിട്ടൊക്കെ ഒരുപാട് തെറ്റുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാം നമുക്ക് പുറത്തു തരട്ടെ. ഈ പരിശുദ്ധമായ റമളാനിൽ ഒരു നന്മയാർന്ന നല്ലൊരു ജീവിതം നയിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധമായ റമളാനിൻ്റെ ശേഷം ഒരു സുഹൃതമുള്ള ജീവിതത്തിന് വേണ്ടി ഈ റമളാൻ നമുക്കൊരു സബബായി അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത് ധൃതിയെക്കുറിച്ചാണ്. ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, വല്ലാത്തൊരു ധൃതിയായിരിക്കും, ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് അപാകതകൾ വരും. ഒരു സംസാരം ധൃതിയിലുണ്ടാകും. അപ്പോൾ അതിലൂടെ എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മിൽ പല ആളുകളിലും കാണാറുണ്ട്. മഹാന്മാരവിടുന്ന് പറയുന്നുണ്ട്, ഉമ്മുന്നദാം എന്ന് പറഞ്ഞാൽ ഖേദത്തിൻ്റെ മാതാവ് എന്നാണ് ധൃതിയെക്കുറിച്ചിട്ട് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇബാദത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ കർമ്മങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളിൽ, നമ്മൾ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് നമുക്ക് വരാനുള്ളത്. ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് വരും. ഇപ്പം നിസ്കാരത്തിലൊക്കെ അല്ലേ, നിസ്കാരം വല്ലാതെ കണ്ട് ധൃതിയിൽ പോകുന്ന ആളുകളുണ്ട്. എത്ര പെട്ടെന്നാണ് കഴിയുന്നത്. ഒന്ന് നിസ്കരിച്ചട്ടെ എന്ന് പറഞ്ഞങ്ങോട്ട് പോകും. എത്ര പെട്ടെന്നാണ് അവർ നിസ്കാരം കഴിഞ്ഞിട്ട് വരിക. അതേപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ, ദിക്റുകൾ ചൊല്ലുമ്പോൾ വളരെ ധൃതിയിൽ ചൊല്ലിയിട്ട് പിന്നെ അതിൻ്റെ ചെല്ലേണ്ട കാര്യങ്ങൾ വേണ്ട രൂപത്തിലാകാത്ത രൂപത്തിൽ തന്നെ നമുക്ക് തോന്നും വിധം അങ്ങനെയൊക്കെ ഇബാദത്തുകളിലൊക്കെ പിന്നെ അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. വലിയ ഒരു അപകടമാണ് അതുകൊണ്ട് അവർ നേരിടേണ്ടി വരുന്നത് എന്നവർ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ പിന്നീട് ആ വിഷയത്തിൻ്റെ പേരിൽ, ചെയ്തതിൻ്റെ പേരിൽ, പറഞ്ഞതിൻ്റെ പേരിൽ പല ആളുകളും ഖേദിക്കേണ്ടി വരും. എന്നാൽ മഹാനായ ഹാത്തിമുൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് 5 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ 5 കാര്യങ്ങളെ സത്യം പറഞ്ഞാൽ വളരെ ധൃതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ധൃതി നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ധൃതിയിൽ ചെയ്യേണ്ട ഒരു 5 കാര്യത്തെ മഹാനവറുകൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ധൃതിയെക്കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ അത് ശൈത്താനിൽ നിന്നുള്ളതാണ് എന്നാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനവറുകൾ അവിടെ നിന്ന് പറയാണ്, അൽ അജലത്തു മിനശ്ശൈത്വാൻ ഇല്ലാ ഫി ഖംസിൻ. 5 കാര്യങ്ങൾ. ധൃതി എന്ന് പറഞ്ഞാൽ അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. എന്നിരുന്നാലും 5 കാര്യങ്ങൾ ഒഴികെ എന്ന് മഹാനവറുകൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഒന്നാമതായിട്ട് പറഞ്ഞത് ഇത്ആമി ഇദാ ഹളറ ലൈഫു. തൻ്റെ വീട്ടിലേക്ക് വിരുന്നുകാർ വന്നു. വിരുന്നുകാർ വന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, വെള്ളം കൊടുക്കണം, നല്ല ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ വന്നിരുന്ന് ഇരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ട് വർത്താനം പറയാം, അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. പിന്നെ എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് വെള്ളം കുടിക്കല്ലേ, ഇങ്ങനെയുള്ള സംസാരം ഇതൊരിക്കലും പാടില്ല, ചെയ്യാൻ പാടില്ലാത്തതാണ്. അതാണ് മഹാനവറുകൾ അവിടെ നിന്ന് പഠിപ്പിച്ചത്. തൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ, വിരുന്നുകാരൻ വന്നാൽ അവർക്ക് പെട്ടെന്ന് ഭക്ഷണം, വെള്ളം എന്താ വെച്ചാൽ അവർക്ക് കൊടുക്കണം. അതിൽ നമ്മൾ ധൃതി കാണിക്കണം. രണ്ടാമത്തത് വതജ്ഹീസുൽ മയ്യിത്ത് ഇദാ മാത. തൻ്റെ നാട്ടിലൊരാൾ മരിച്ചാൽ, തൻ്റെ കുടുംബത്തിലൊരാൾ മരിച്ചാൽ ആ മനുഷ്യൻ്റെ മയ്യത്തിനെ സംസ്കരിക്കുന്ന കാര്യത്തിൽ, ആ മയ്യത്തിനെ കുളിപ്പിക്കുന്നതിലും കഫൻ ചെയ്യുന്നതിലും മറമാടുന്നതിലും നിസ്കരിക്കുന്ന എല്ലാ വിഷയത്തിലും നമ്മൾ പെട്ടെന്ന് ആക്കണമെന്നാണ്. 2 കാര്യങ്ങളാണ് മഹത്തുക്കൾ അവിടെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ നല്ലവനാണെങ്കിൽ അവനെ ആ നന്മയിലേക്ക്, സ്വർഗത്തിലേക്ക്, അല്ലേ, അവർക്ക് ആഖിറത്തിൽ കിട്ടുന്ന ആ വലിയ നന്മയിലേക്ക്, അത് നമ്മളിവിടെ പെട്ടെന്ന് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ആ മനുഷ്യൻ ചീത്തതാണെങ്കിൽ
അതിൻ്റെ ആ ഒരു വല്ലാത്ത മുസീബത്ത് അല്ലേ, അത് നമ്മിൽ നിന്നങ്ങോട്ട് ഒഴിവാക്കുക, അത് പെട്ടെന്ന് മറമാടി നമ്മിൽ നിന്ന് ഒഴിവാക്കുക. ഈ 2 കാര്യങ്ങളെ കൊണ്ടാണ് പെട്ടെന്ന് നമ്മളത് ചെയ്യണമെന്ന് പറയുന്നത് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 3-ാമത്തെ കാര്യം വത്തസ്വീജുൽ ബിക്രി ഇദാ അദ്റകത്. ഒരു കല്യാണപ്രായമെത്തിയ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, കല്യാണപ്രായമായാൽ ഉടനെ തന്നെ നമ്മൾ അതിന് വിവാഹം അന്വേഷണം നടത്തണം. അതിന് ചെക്കനെ കണ്ടെത്തണം, വധുവിനെ കണ്ടെത്തണം, വരനെ കണ്ടെത്തി എന്താണോ അതിന് വേണ്ട കാര്യങ്ങൾ വളരെയധികം പെട്ടെന്നത് ചെയ്യുക എന്നതാണ്. 4-ാമത്തേത് വഖളാഉദ്ദൈനി ഇദാ വജബ. ഒരാളോട് പറയണം, ഞാൻ ഇന്നാലിൻ്റെ ദിവസം നിനക്ക് കടം മേടിച്ചു, ഇന്നാ ദിവസം ഞാനത് തരാമെന്ന് പറഞ്ഞു, അതിനെ ഉടനെ തന്നെ തിരിച്ചു കൊടുക്കണം. നമ്മൾ ആ പറഞ്ഞ ഡേറ്റിൽ നമ്മൾ കടത്തെ വീട്ടണം. അത് നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ വത്തൗബത്തു മിനദ്ദംബി ഇദാ ഉദ്നിബ. ഒരു മനുഷ്യന് തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തൗബ ചെയ്യാം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. മനസ്സിലാക്കണം നമ്മൾ. ധൃതിയെക്കുറിച്ച് മഹാന്മാർ പഠിപ്പിച്ചത് അത് ഖേദത്തിൻ്റെ, പിന്നീട് ഖേദിക്കും അല്ലേ, അങ്ങനത്തെ ഒരു സംഭവം, ഒരു ഖേദത്തിൻ്റെ മാതാവ് എന്നാണ്. എന്നാൽ ഈ 5 കാര്യങ്ങൾ വളരെയധികം പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണതല്ല, നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ കുടുംബ ജീവിതത്തിൻ്റെ ഐക്യത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സുഖത്തിനും എല്ലാത്തിനും ഇരുലോകത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ നിദാനമാണ് ഈ 5 കാര്യങ്ങൾ. അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. പരിശുദ്ധമായ റമളാനാണല്ലോ. അൽഹംദുലില്ലാഹ്, ഈ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സുഹൃതങ്ങൾ നമുക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, പ്രാർത്ഥനകളിലൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തുക. പരിശുദ്ധമായ മഗ്ഫിറത്തിൻ്റെ 10ലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. അല്ലാഹു തആല പാപമോചിതരിൽ അല്ലാഹു തആല നമ്മെ പെടുത്തട്ടെ. നമ്മൾ ചോദിക്കണം, നമ്മൾ സ്വന്തം നഫ്സിനോട് ചോദിക്കണം, പടച്ചോനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്കെന്ത് കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്തെല്ലാം നേടിയിട്ടുണ്ട്. സ്വന്തം നഫ്സിനോട് നമ്മൾ ചോദിക്കേണ്ട സമയങ്ങളാണിതൊക്കെ. അൽഹംദുലില്ലാഹ്, 10 ദിവസം അല്ലാഹു റഹ്മത്തിന് തന്നു, 10 ദിവസം മഗ്ഫിറത്തിന് തന്നു, 10 ദിവസം ഇത്കും മിനന്നാർ നരകമോചനത്തിനും അല്ലാഹു തആല നമുക്ക് നൽകുകയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.